മറ്റു വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണമോഷണ കേസിലെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും സ്വർണ്ണമോഷണത്തിൽ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ കണ്ടെത്തിയെന്ന് SIT. കുറ്റം മറയ്ക്കുന്നതിലും ഇരുവർക്കും പങ്ക്. വിവരങ്ങളുമായി ഇപ്പോൾ ഇതാ കമലേഷ് ചേരുകയാണ്. കമലേഷ്, വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അവരുടെ ഇരുവരുടെയും പേരിൽ എന്തിന്റെ പേരിലാണ് കുറ്റം ചാർത്തിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്, അല്ലേ? സിന്ധുരി, തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു വിവരങ്ങൾ തന്നെയാണ് ഇത് സംബന്ധിച്ച് ഇതിനകത്ത് പറയുന്നത്, റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പറയുന്നത് എന്നുള്ളതാണ്. ഈ അറസ്റ്റ്, ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ അറസ്റ്റാണ് ഈ പങ്കജ് ഭണ്ഡാരിയുടേതും അതുപോലെ തന്നെ ഗോവർദ്ധന്റേതും എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഇതിനകത്ത് കൃത്യമായ പങ്കുണ്ട്. ആ പങ്ക് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പറയുന്നത്. ഇതിൽ കൃത്യമായ തെളിവുകൾ SIT കണ്ടെത്തിയിട്ടുണ്ട് എന്നുകൂടി വ്യക്തമാക്കുന്നു. എന്ന് മാത്രമല്ല, ഇവരിൽ നിന്നും സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. 470 ഗ്രാം സ്വർണം ഗോവർദ്ധനിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്ന 2 അറസ്റ്റ് ആയിരിക്കും ഇത് എന്ന കാര്യം കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായി SIT ചൂണ്ടിക്കാട്ടുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ 2 തവണ ഇവരെ ചോദ്യം ചെയ്തിരുന്നു. അന്ന് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള മൊഴിയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ഇവർ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഈ 2 പേരുടെ പങ്ക് മൊഴി എന്നുള്ള നിലയിൽ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. ഇതിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഈ സ്വർണം ഉരുക്കി അത് വേർതിരിക്കുന്ന ജോലികളെല്ലാം നടന്നിട്ടുള്ളത്. ആ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരി അതുപോലെ തന്നെ ബെല്ലാരിയിലെ കടയിലാണ് ഈ സ്വർണം മാറ്റിയിട്ടുള്ളത്, വിറ്റിട്ടുള്ളത്. ആ സ്വർണമാണ് കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 470 ഗ്രാം സ്വർണം കണ്ടെത്തിയിട്ടുള്ളത് ബെല്ലാരിയിലെ ഈ ഗോവർദ്ധന്റെ കടയിൽ നിന്നുമാണ്. അത്തരത്തിലാണ് നേരിട്ട് ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേരും, ഈ 2 പ്രതികളും ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയത്. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ആ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളാണ്, നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സിന്ധുരി, അതായത് വളരെ കൃത്യമായ രീതിയിൽ ഈ റിമാൻഡ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇവരുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളെല്ലാം തന്നെ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ആദ്യ സമയത്ത് നൽകിയിരുന്ന മൊഴികളിൽ ബോധപൂർവം ഈ അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കുവാനുള്ള ശ്രമങ്ങളും അവർ നടത്തിയിരുന്നു എന്നുകൂടി തെളിവാക്കിയിരിക്കുകയല്ലേ? ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി പക്ഷേ കസ്റ്റഡിയിൽ വാങ്ങിയുള്ള കൂടുതൽ ചോദ്യം ചെയ്യലിൽ കൂടുതൽ അറസ്റ്റും ഉണ്ടായേക്കാം, അല്ലേ? സ്വാഭാവികമായും ആ നിലയിലേക്ക് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. ഏതായാലും ഇവരുടെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഇനിയും പുരോഗമിക്കേണ്ടതുണ്ട്. ഇനിയും കാര്യങ്ങൾ കൂടുതൽ വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ തിങ്കളാഴ്ച ഇവരുടെ കസ്റ്റഡി അപേക്ഷ, ഇവർക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഒരുപക്ഷെ കോടതിയിൽ അന്വേഷണ സംഘം നൽകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഇവരുടെ പങ്ക് വ്യക്തമായിട്ടുള്ളത്. അതിനുശേഷമാണ് ഇവരുടെ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഒരു ദിവസം മാത്രമാണ് പോലീസിന്, അന്വേഷണ സംഘത്തിന് ഇവരെ കസ്റ്റഡിയിൽ വെക്കാൻ കഴിഞ്ഞിരുന്നത്. സ്വാഭാവികമായും കൂടുതൽ കാര്യങ്ങൾ ഇവരിൽ നിന്നും വ്യക്തമാകേണ്ടതുണ്ട് എന്ന തോന്നലുണ്ടെങ്കിൽ സ്വാഭാവികമായും അന്വേഷണ സംഘം ഇവർക്കായുള്ള കസ്റ്റഡി അപേക്ഷ നാളെ സമർപ്പിക്കാനാണ് സാധ്യതയുള്ളത്. ഇവരുടെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും മറ്റാർക്കെങ്കിലും ഇതിനകത്ത് പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരിക. അതിനനുസരിച്ച് കൂടുതൽ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സിന്ധൂരി, അതായത് കമലേഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുന്ന വേളയിൽ തന്ത്രി നൽകിയ മൊഴി ഉൾപ്പെടെ ഇതിന് തെളിവായിട്ടുണ്ട്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇവരെ പരിചയപ്പെടുത്തിയത് തുടങ്ങിയ വിവരങ്ങൾ തന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്ലാൻ ചെയ്ത കാര്യങ്ങൾ വളരെ കൃത്യമായി ഇവരിലൂടെ നടപ്പിലാക്കപ്പെട്ടു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ച് നമുക്ക് ആ നിലയിൽ തന്നെയാണ് പറയാൻ കഴിയുക. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇവരെ എത്തിച്ചിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഈ സ്വർണ്ണമോഷണത്തിന്റെ ഒരു പ്രധാന കണ്ണിയായി അല്ലെങ്കിൽ മുഖ്യ സൂത്രധാരനായി പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ആളുകളെയെല്ലാം ഇവിടെ എത്തിച്ചിട്ടുള്ളത്. മറ്റ് ഏതൊക്കെ തരത്തിൽ ഇതിൽ ചില കള്ളത്തരങ്ങൾ കാട്ടാൻ പറ്റുമോ ആ നിലയിലൊക്കെ ഇടപെട്ടിട്ടുള്ളത്, ഇവരെയൊക്കെ ഈ പ്രതികളെയെല്ലാം പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ളതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. സ്വാഭാവികമായും അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ മൊഴിയും, അതായത് ഇവർ തന്നെയാണ് ഇവരിലേക്ക് ഈ അന്വേഷണം എത്തുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. സിന്ധൂരി.